വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് 30 വയസ്സ്. ബേപ്പൂരിലെ വയലാലിൽ വീട്ടിൽ സുൽത്താന്റെ എഴുത്തും ജീവിതവും അറിയുവാൻ പുതുതലമുറയിലെ ആയിരക്കണക്കിന് കുട്ടികളാണ് എത്തിയത്. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും മലയാള സാഹിത്യ ലോകത്തിന് പ്രിയങ്കരനാണ് ബഷീർ എന്നതിന് തെളിവായിരുന്നു വയലാലിൽ വീട്ടിലെ പരിപാടികൾ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയാണ് വയലാലിൻ വീട് കാണാനും ബഷീറിനെക്കുറിച്ച് അറിയാനുമായി ഒഴുകിയെത്തിയത്. അബ്ദു സമദ് സമദാനി MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിലേക്ക് ചാരുകസേര വലിച്ചിട്ട് പുറത്തിറങ്ങിയിരുന്ന മനുഷ്യത്വമുള്ള എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അദ്ദേഹം പറഞ്ഞു. ബഷീർ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, കണ്ടെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് 80-ാം വർഷത്തിലും ബാല്യകാലസഖി പ്രസക്തമാകുന്നതെന്ന് സമദാനി പറഞ്ഞു. നിസ്സംഗനായി കലാപം നടത്താതെ കലാപകാരിയായി ജീവിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നല്ലോ ഈ ശാന്തനായ മനുഷ്യൻ. കലാപം നടത്താതെ വിപ്ലവം നടത്താതെ വിപ്ലവകാരിയായിട്ട് പുലർന്നു. അങ്ങനെയുള്ള ബഷീറിന്റെ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാണ്. ബഷീറിന്റെ കൃതികൾ ഇന്നത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകണമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. 300 വർഷം കഴിഞ്ഞാലും ബഷീറിന്റെ ഓർമ്മകൾ ജീവിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ നമുക്കൊക്കെ അപ്രാപ്യരായ വേറെ ഒരു മനുഷ്യനാണെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പേജ് നിങ്ങൾ വായിച്ചാൽ അന്ന് മുതൽ ഈ മൊബൈൽ ഫോണിന്റെ ലോകത്ത് നിന്ന്, ടെലിവിഷന്റെ ലോകത്ത് നിന്ന്, സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നിന്ന് കിട്ടാത്ത അനുഭൂതി എങ്ങനെ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് നിന്ന് മനസ്സിലാവും. ബഷീറിന്റെ മകൻ അനീസ് ബഷീറാണ് അനുസ്മരണ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. പരിപാടികളിൽ മകൾ ഷാഹിന ബഷീറും കൊച്ചുമക്കളും പങ്കെടുത്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.